ന്യായീകരണമായിട്ടും അറക്കലമ്മായിയും ആ ജാസിൻ്റെ പോലെ നടക്കുന്ന ഒരുത്തണ്ടായിരുന്നില്ല പണ്ട്, ഓനും വന്നിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുകൾ നമുക്ക് കണ്ട് പറയാം. ഇവരൊക്കെ എന്താ വേണ്ടതെന്ന് അറിയാം. രണ്ട് കാല് പിടിച്ചിട്ട് ചീന്തണം. കള്ള ഹിമാറോളെ പടിജാഹിലികൾ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അറക്കലമ്മായിനെ കുറിച്ചിട്ട് പറയാതെ ഇരിക്കുകയാണ് ഭേദം. ആ അമ്മായിനെ ഇതിനെ കുറിച്ചിട്ടുള്ള ന്യൂസ് കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആണ് അമ്മായിനെ ഫേസ്ബുക്കിൽ ഞാൻ കാണുന്നത്. ഒന്നും നോക്കിയില്ല, സ്പോട്ടിൽ പൊക്കി, ബാക്കിയൊക്കെ വീഡിയോയിൽ. ഇതുപോലെ മൂഡ് താങ്ങാൻ ആളുണ്ടായാലേ എന്താ ചെയ്യലേ? വീഡിയോ ഒന്ന് കണ്ടു നോക്കി. അല്ല, ഇപ്പം കുറെ ആൾക്കാർ വന്നിട്ട് ആ കുട്ടി ചെയ്ത തെറ്റ് മറ്റേ ചങ്ങായി ചെയ്തത് ഭയങ്കര ശരിയാണോ മരിച്ചില്ലേ? ഇപ്പൊ മരിച്ചായിട്ട് പോയി, ഓന്റെ വീട്ടുകാർക്ക് പോയി, വേറെ ആർക്കില്ല. ഓനങ്ങ് പോയി മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മരിച്ചത് ഓന്റെ വീട്ടുകാർക്ക് പോയി. ഓൻ അങ്ങനെ ചെയ്യാത്തവനാ വലിയ മാനാണെങ്കിൽ ഓനെന്താക്കും പബ്ലിക്കിൽ വന്നിട്ട് അത് ന്യായീകരിച്ച് എന്താക്കണോ, ക്ലിയർ ആക്കി കൊടുക്കണം ജനങ്ങളുടെ മുന്നിൽ. ഇത് കുട്ടിക്ക് വേണ്ടി ഒരു ബോധവൽക്കരണം കൊടുക്കണം. എന്നിട്ട് ഓനങ്ങ് പോയി മരിച്ചു കഴിഞ്ഞിട്ട് ഓന്റെ അടുത്ത് കുറെ ആൾക്കാർ ഇപ്പം വന്നിട്ട് കുറെ ആൾക്കാർ എന്തൊക്കെ ഉണ്ട് ചൽക്കാനുണ്ട്. കുട്ടി ചെയ്തിട്ട് എന്ത് കുട്ടി ചെയ്തിട്ട് ഇവരെങ്ങൾക്ക് അറിയാം. പറയാ പേരെന്താ, അജ്നാസോ അങ്ങനെ എന്തോട്ടാണ് ഇവന്റെ പേര് തോന്നുന്നത്, എനിക്കും അറിയില്ല. ഞാൻ ഏകദേശം ഒരു 5-6 വർഷം മുമ്പ് ഇവന്റെ വീഡിയോസ് കണ്ടതാണ് ടിക്ടോക്കിൽ. നമ്മളെ ജാസിൻ്റെ ഒക്കെ ഒരു ബെൽത്തായിട്ടൊക്കെ വരുമ്പൻ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അതിനെ ന്യായീകരിക്കാൻ കാട്ടുന്ന ഒരു മനസ്സ് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഉദ്ദേശം വെച്ച് വരുന്ന ആൾക്കാർക്ക് അതൊരു പ്രചോദനമാവുമല്ലേ? ഇങ്ങനെ ഇവനെ കണ്ടുള്ള കയ്യിൽ കിട്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാങ്ങൾക്ക്. കാരണം ഒരു മരിച്ചുപോയ അവൻ്റെ വീട്ടുകാർക്ക് പോയിന്ന്. അപ്പം ഇങ്ങനെ എത്ര പേര് മരിക്കും? കുറിച്ച് പറയുകയാണെങ്കിൽ പറയാതിരിക്കാൻ മക്കളെ ഏറ്റവും നല്ലത്. കാരണം ഇവൻ്റെ ജീവിതശൈലി എന്താണ്, ജീവിതം എന്താണെന്നുള്ളത് ഒരുപാട് പേര് ടിക്ടോക്ക് വഴിയും ഇൻസ്റ്റഗ്രാം വഴി ഒക്കെ കണ്ടതാണ്. അങ്ങനെയൊന്നും ദൈവം ഒരാളെ ആക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണുള്ളൂ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾ ഈ ഇതുപാടെ ഒന്ന് കേട്ടു നോക്കി. മുത്തിനറിഞ്ഞൂടെ നമുക്ക് നിൽക്കാൻ കഴിയില്ലാണ്ട്, ഇന്റെ മുത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല നമുക്ക് അറിഞ്ഞൂടെ. എന്റെ കുട്ടീന്റെ മുഖത്തെ മാറിപ്പോയല്ലോ. എന്തിനു ബാബേജ് ചെയ്തത്, എന്തിനമ്മ ചെയ്തത്, എന്തിനു സ്വന്തം ചെയ്തത്? ഞാൻ പറഞ്ഞത് കേൾക്കണം. നിന്നെ മോളെന്ന് വിളിക്കാൻ പാടില്ല, എന്നാലും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ വിളിക്കുന്നു. ഈ ഒരു ശാപം ഉണ്ടല്ലോ, ഈ ഒരു ശാപം ഇത് നിന്നെ മരിക്കും കാലം വരെയേ വേട്ടയാടും. നിന്നെ വെറുതെ വിടൂല. നിൻ്റെ മനസ്സിനെ ഇങ്ങനെ കാലാകാലത്ത് കുലുക്കിക്കൊണ്ടിരിക്കും ഈ ഒരു സംഭവം. കാരണം ഒരു അമ്മയുടെ ശാപം എന്ന് പറഞ്ഞാൽ അത് തേച്ചാലും വായിച്ചാലും പോണ സംഗതിയല്ല. അത് ആ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചാൽ പേരെ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. നീ അനുഭവിക്കാതെ ഈ ലോകത്തുനിന്ന് പോവില്ല. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞൊരു കാര്യമുണ്ട്. ആ മനുഷ്യൻ ഒരു വസ്തു പിടിച്ചു നിൽക്കുമ്പോൾ ആ വസ്തു മാറ്റാൻ വേണ്ടി പിടിച്ചപ്പോൾ അയാളെ കൈ ബാക്കിലോട്ട് വന്നാണെന്നുള്ളത് ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞതാണ്. അത് തന്നെയാണ് ഇപ്പോൾ സായി കൃഷ്ണയും മറ്റുള്ള ഒരുപാട് റിയാക്ഷൻ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാളെ കയ്യിലൊരു ബാഗ് ഉണ്ട്, ആ ബാഗ് മാറ്റാൻ ശ്രമിച്ചപ്പോൾ കൈ തട്ടിയതാണെന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞ ആ ബാഗ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അയാളെ ലാസ്റ്റ് ഭാഗം ഇറങ്ങുന്ന ഭാഗത്ത് ഇവളെ സാധനം കൊണ്ടുപോയിട്ട് അങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ ആ ഒരു ആംഗിൾ എന്നുള്ള സംഗതി മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ അതിൻ്റെ മുമ്പ് അവൾ വീഡിയോ പിടിക്കുന്നൊക്കെ കണ്ടു, പക്ഷേ അയാളെ ബാഗ് ഉള്ളത് ഞാൻ ഒരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ ആ ഒരു ഭാഗം മാത്രമാണ് കുറിച്ച് റിയാക്ട് ചെയ്ത് ഇവളവിടെ കൊണ്ടുപോയി വെച്ച് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാളെ കയ്യിൽ അയാൾ പിടിച്ചുകൊണ്ടിരുന്ന ബാഗ് മറ്റൊരു കയ്യിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവളെ ശരീരത്തിൽ തട്ടിയത്. അത് തന്നെയാണെന്ന് എല്ലാവരും പറയണത്. പിന്നെ ഇവൾ പടച്ചു വിടുന്നതെല്ലാം പച്ചക്കള്ളാണ്. ഇവളെ കുറിച്ചിട്ട് ഇവളെ നാട്ടുകാർ പറഞ്ഞതൊക്കെ നിങ്ങളെല്ലാവരും കേട്ടതല്ലേ. ഇപ്പത് പറഞ്ഞു കേൾക്കുന്ന അവൾ വിദേശത്തേക്ക് മുങ്ങിയെന്നുള്ളത്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഒരാളും പാടി ഇതിലേക്ക് വരാണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇതാ ഞാൻ ഇങ്ങനെ കുറേ നേരമായി നോക്കിയിരിക്കണം, എവിടെ. കാരണം ഇവളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവൾ എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞതെന്ന് ഇവൾക്ക് തന്നെ ബോധമില്ലാത്തൊരു സാധനമാണ്. ഞാൻ ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ തപ്പി നടക്കിയിരുന്നു. അപ്പം ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കാണണം. അപ്പോൾ ഒന്നും നോക്കിയില്ല, വേഗം ലോഡ് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ട് പോസ്റ്റാന്ന് വിചാരിച്ചു.
ഇവള് ശരിക്കും എന്താ പറയണത്? ഒരു കുട്ടിയെ കടലിൻ്റെ തീരത്ത് എറിഞ്ഞു കൊന്നതിനും എതിരെ ഇവള് സംസാരിക്കൂല. അങ്ങനത്തെ ഒന്നിനും ഇവള് സംസാരിക്കൂല. ഇവളിങ്ങനത്തെ വർഗീയതയും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. മുസ്ലിങ്ങളെ അടിച്ചമർത്താനും ആണുങ്ങളെ അടിച്ചമർത്താനും ഇങ്ങനെ വരും. എന്നിട്ടുള്ള ആണുങ്ങളെ പിന്നാലൊക്കെ ഫോട്ടോ എടുക്കുകയും ചെയ്യും, ഉള്ള ആണുങ്ങളെ പിന്നാലൊക്കെ കറങ്ങുകയും ചെയ്യും, ഉള്ള ആണുങ്ങളെല്ലാം സെലിബ്രിറ്റികളൊക്കെ ആണുങ്ങളെ പിന്നാലൊക്കെ എല്ലാത്തിനും ഉണ്ടാവുകയും ചെയ്യും. അതങ്ങനെ ഒരു ബഡുജായില് എന്താ പിന്നെ ഇവളോടൊക്കെ ഇനി എന്താണ് പറയാ? നിങ്ങൾ തന്നെ പറയും. ഇങ്ങനൊരു പടുജാഹില്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഉണ്ടായ അധിക്ഷേപത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ കേസിൽ പ്രതിയായ യുവതി ഒളിവിലെന്ന് സൂചന. വടകര സ്വദേശി ഷിഞ്ചിത മുസ്തഫയാണ് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയത്. ഇവരെ അറസ്റ്റ് ചെയ്യാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് നീക്കം തുടങ്ങിയിരുന്നു. ദീപകിന്റെ വീടിന് സമീപത്തു നിന്ന് PL കിരൺ ചേരുന്നു നമുക്കൊപ്പം. അബ്ജോദ്, ദീപകിന്റെ മരണത്തിൽ കേട്ടില്ലേ? ആള് മുങ്ങി, ആളെ എവിടുക്കോ മുങ്ങി. മുങ്ങാതെ വേറെ നിവർത്തില്ല. ആ വീഡിയോ കാണുന്ന 90%, 99% പേര് പറയുന്നൊരു കാര്യമുണ്ട്, അത് ഇവള് റീച്ചിന് വേണ്ടി ചെയ്തതാണെന്നുള്ളത്. ഇവള് ഇതിൻ്റെ മുന്നും കുറേ ഉടായ്പ നടത്തി വന്നതാണ്. പക്ഷെ അതൊന്നും ഏറ്റിയില്ല, ഒക്കെ പൊട്ടി പാളീസായി. പക്ഷെ അവളും വിചാരിച്ചിട്ടില്ല ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ ആവുന്നുള്ളത്. ഇനിയിപ്പോൾ KSRTC ഒട്ടിച്ച പുതിയൊരു സ്റ്റിക്കർ കാണും. ഇൻസ്റ്റഗ്രാമിൽ റീച്ച് കിട്ടാൻ വേണ്ടി തെരുവ് വെടികൾക്ക് ഈ ബസ്സിൽ പ്രവേശനമില്ല. ഇതെങ്കിലും ചെയ്യാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, ആ ബസ്സിൽ ഓടുന്ന ഡ്രൈവർക്കും കണ്ടക്ടറും കൊടുക്കണം. ഇനി എനിക്ക് ഗണേഷ് കുമാർ സാറിനോടൊന്ന് പറയാനുള്ളത്, എല്ലാ ബസ്സിലും, കേരളത്തിലുള്ള എല്ലാ ബസ്സിലും, ഒരുപാട് ബസ്സിലുണ്ട്, എല്ലാ ബസ്സിലും ക്യാമറകൾ നിർബന്ധമാക്കണം. എന്നാലും ഇനിയിപ്പോൾ ഇതിന് കുറച്ചൊക്കെ ഒന്ന് ഒരു അന്ത്യം ഉണ്ടാവുള്ളൂ. എന്നാൽ അറിയാലോ, ക്യാമറ നോക്കിയാൽ അറിയാലോ ഇതെന്താ സംഭവം എന്നുള്ളത്. സംഭവം റീച്ചിന് വേണ്ടി ചെയ്താണ്. ഈ നാട്ടുകാരുടെ ഒരു വോയിസ് ഉണ്ട്, അന്ന് കേട്ടോക്കി. ഞങ്ങൾ വാർഡ് മെമ്പറേയും അരീക്കോട് പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പറേയും. അങ്ങനെ ഇവള് ദുബായിക്ക് പോയപ്പോ അന്ന് ഞങ്ങൾ പറഞ്ഞാണ് ഇവളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, കാരണം ഇവളെ ഇത് പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അന്ന് നമുക്ക് അരീക്കോട് പഞ്ചായത്തിൽ 8-9 ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ ഓള് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താവും, അവിടെ 8-8. അപ്പൊ പഞ്ചായത്ത് പ്രശ്നം അറിയാൻ സാധ്യതയുണ്ട്. അപ്പൊ ലാസ്റ്റ് ഒരു വർഷത്തിന്റെ ടൈമില് ഓള് രാജിക്കത്ത് എഴുതി കൊടുത്തായിട്ട് ഓള് പോയി. പിന്നീട് ഇവള് ദുബായിൽ നിന്ന് ഇടുന്ന ഓരോരോ വീഡിയോകൾ കണ്ടിട്ട് നാട്ടില് ആൾക്കാരൊക്കെ ഇങ്ങനെ, ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ പോയ ടൈമില് അവിടുത്തെ ഒരു APക്കാർ വീഡിയോ കൊണ്ടായിട്ട് എനിക്ക് കൊണ്ടുവരുന്നത് അത് ഇത് കണ്ടു സാധനം. ഞങ്ങളിത് കണ്ട് ഞങ്ങളിതിന്റെ മുമ്പ് തന്നെ പറഞ്ഞാണ് മെമ്പറെ ഇതാക്കാൻ. ഞാൻ പറഞ്ഞു എനിക്കറിയാം. നാട്ടുകാർക്ക് വരെ നല്ലൊരു അഭിപ്രായം ഇവളെ കുറിച്ചിട്ടില്ല. നാട്ടുകാർക്ക് വരെ നല്ലൊരു അഭിപ്രായമില്ല. പിന്നെ എങ്ങനെ ഇവളൊക്കെ നന്നാവുക? എങ്ങനെ നന്നാവും? നിങ്ങൾ തന്നെ പറയും. കുട്ടി എന്നെ കുട്ടിക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല. വേറെ ഒന്നും എനിക്ക് പറയാം, എൻ്റെ കുട്ടിക്ക് ഇത് താങ്ങാൻ പറ്റില്ല. അതാണ് എൻ്റെ കുട്ടി ഇങ്ങനെ, എൻ്റെ മുഖം ഓർമ്മ കുട്ടി ഇത് ചെയ്താഞ്ഞത്. അമ്മ, നിങ്ങളെ മകനിക്കെന്നല്ല, ചെയ്യാത്തൊരു തെറ്റ് അല്ലെങ്കിൽ കുറച്ച് അഭിമാനമുള്ള ഒരാൾക്ക് ഇങ്ങനൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ താങ്ങാൻ കഴിയൂല. അത് ഒരിക്കലും കഴിയൂല. പിന്നെ കുറച്ചൊക്കെ മനസ്സിനൊരു കട്ടി വേണം. അയ്യേ പാവം എന്ന് വിചാരിച്ച് നടക്കുന്നവർക്കൊന്നും ഇങ്ങനത്തെ ന്യൂസുകൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. ക്ഷമ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇതുപോലെ റീച്ചിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട നിങ്ങൾക്ക് അവൾ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് കണ്ടാൽ 100-90% മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാര്യങ്ങൾ. അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ്റെ കാര്യമൊന്നുമില്ല. അവൾ റീച്ചിന് വേണ്ടി ചെയ്തതാണെന്നുള്ളത് ഞാൻ ചെയ്ത വീഡിയോസിൽ വരെ പറഞ്ഞു, ഇത് റീച്ചിന് വേണ്ടിയിട്ട് മാത്രം പടച്ചു വിട്ടൊരു വീഡിയോസാണെന്നുള്ളത്. അയാൾ അത്രയും തിരക്കുള്ളൊരു ബസ്സിൽ അങ്ങനെ ഒരു വസ്തു കയ്യിലുള്ള ഒരാൾ ബാക്കിലേക്ക് വെക്കുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു കൈ മാറ്റി പിടിക്കുമ്പോഴോ ഇത് സ്വാഭാവികമായിട്ട് ബാക്കിലുള്ള ഒരാൾ എന്തായാലും തട്ടും. അത് ഞാൻ അന്നും പറയുന്നുണ്ട്, ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കുന്നത്. ഇത് തന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി ഇതുപോലത്തെ ഒരു ദീപക് നമ്മളെ നാട്ടിൽ മരിച്ച് വീഴാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.